ഇന്ന് പരിസ്ഥിതി ദിനമായതുകൊണ്ട് രാവിലെ തന്നെ കോളേജിൽ വന്നപ്പോൾ പരിസ്ഥിതിയെ പറ്റിയുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരു ശുചിത്വത്തെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു കാണിച്ചു തന്നത്. സ്ഥലത്തെ പ്രധാന ക്യാമറമാൻ ഈ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. പരിസ്ഥിതി ദിനം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കൂടി വന്നിട്ടുണ്ട്. കുഴിച്ചിടാൻ എന്തായാലും കുറെ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പുള്ളിക്കാരി അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന തിരക്കിലാണ്. ആ ചെടി വെച്ചെന്തായാലും എന്തൊക്കെയോ സർക്കസ് കളിക്കുന്നുണ്ട്. ഇവിടെ ഒരുത്തനാണെങ്കിൽ വെറുതെ ഒന്ന് ബോറടിച്ചെന്ന് പറഞ്ഞ് കസാര കറക്കി കളിക്കുകയാണ്. വേറൊരു ഓവർ ടാലന്റഡ് കൂട്ടുകാരന്റെ കഴിവാണിത്. അതങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ഓവർ ടാലന്റഡാ. ഇനി അടുത്ത പരിപാടി ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശനമാണ്. അപ്പോൾ അതിനുവേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ബസ് വന്ന് ബസ്സിൽ കയറി. ബസ് ഇറങ്ങി നോക്കിയപ്പോഴല്ലേ കാണുന്നത് കുറച്ചങ്ങ് നടക്കാനുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തണമെങ്കിൽ. ഞങ്ങൾക്ക് പിന്നെ വിട്ടുകൊടുക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് നടന്ന് ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട്. സംഭവം വിചാരിച്ച പോലെ ഒന്നല്ല. പോകുന്ന വഴി മുതലേ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. അകത്തേക്ക് പോകുന്നതോറും ഒരു വെറൈറ്റി ഫീലാണ്. സംഭവം എന്തായാലും നല്ല കളറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും മരത്തിനടിയിലെ ഒരു എൻട്രൻസിലൂടെ അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോൾ മനസ്സിലായത് സംഭവം ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമല്ല ഒരു പാർക്കും ഉണ്ട് ഇവിടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെറൈറ്റി ടൈപ്പ് ഓഫ് മുളകളും മരങ്ങളും ചെടികളും അങ്ങനെ പോകുന്നു. കയറുമ്പോൾ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓരോ മരത്തിന്റെ പേരുകളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ആ മരത്തിന്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഒരു പാലൊക്കെ കടന്ന് നേരെ അകത്തേക്ക് കയറി. ഉള്ളിൽ നിന്നറിയാം ഓരോ മരത്തിനെ പറ്റിയുള്ള ചരിത്രങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ഷേക്സ്പിയർ ഗേറ്റിനടുത്തേക്കാണ് ചെന്നത്. പിന്നെ അതിലൂടെ പോയ വഴികളിൽ മുഴുവനായിട്ടും വെറൈറ്റി ഓഫ് പേരറിയാത്ത മരങ്ങളും ചെടികളും ഒക്കെ ആയിരുന്നു. സംഭവം ഇത്രയും ചെടികളുടെയും മരങ്ങളുടെയും പേര് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇത്രയും മരങ്ങളും ചെടികളൊക്കെ നമ്മുടെ ഭൂമിയിലുണ്ടെന്നുള്ളത് അറിയുന്നത് ഇവിടെയൊക്കെ കയറുമ്പോൾ തന്നെയാണ്. തണ്ടിടയൻ, റോയൽ പാം, രക്തചന്ദനം അങ്ങനെ തുടങ്ങി പുഷ്പകടത്തിയ രക്തചന്ദനം അടക്കം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു സെക്ഷൻ കഴിഞ്ഞ് നേരെ ചെന്നത് പതേർ പാഞ്ചാലി ഗേറ്റിനടുത്തേക്കാണ്. അങ്ങനെ മരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഇവിടെ കുളത്തിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞപ്പോൾ നേരെ ഷെർലക് ഹോംസ് ഗേറ്റിനടുത്തെത്തി. എന്തായാലും ഇതിനുള്ളിൽ ഊഞ്ഞാലും മറ്റു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് എന്തായാലും കളിക്കാൻ പറ്റിയ നല്ല വൈബ് സ്ഥലമാണ്. അങ്ങനെ പിന്നെയും കുറച്ച് മുന്നോട്ടൊക്കെ പോയി. പിന്നെ അവിടെ ടീച്ചേഴ്സിന്റെ ഫോട്ടോ സെഷൻ ആയിരുന്നു. ഇവിടെ എന്തായാലും സ്റ്റാർ ആപ്പിളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കാട്ടിനുള്ളിൽ പോകുന്ന ഫുൾ വൈബ് നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനെ മഞ്ഞക്കൊന്നയൊക്കെ കഴിഞ്ഞ് നേരെ ചെന്ന് മഹാഭാരത ഗേറ്റിനടുത്താണ്. ഇവിടുത്തെ ഓരോ ഗേറ്റ് കിടക്കുമ്പോൾ ഓരോ കഥകളുണ്ട്. ഓരോ ഗേറ്റിനെ പറ്റിയും വ്യത്യസ്ത കഥകളാണ് ഇവിടുത്തെ ആൾ പറഞ്ഞു തന്നത്. അങ്ങനെ പിന്നെ കുറച്ചുകൂടി പോയപ്പോൾ നേരെ കുമാരനാശാൻ ഗേറ്റിനടുത്താണ് എത്തിയത്. ഒരു മരത്തിന് അഖിലെന്ന പേര് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ പോലീസ് മുളയൊക്കെ ഉണ്ട്. പോലീസുകാർ പണ്ട് തല്ലാൻ എടുത്താണെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് ഇവിടെ ഒരുത്തന്റെ ടിക്കറ്റ് പോലും വാങ്ങാതെയുള്ള മാസ്മരിക പ്രകടനവും ഉണ്ടായിരുന്നു. എന്തായാലും ആള് മുകളിൽ എത്തിയിട്ടുണ്ട്. എത്രാന്ന് വെച്ചാൽ നടക്കുക. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നു. ചെറിയ തോതിലുള്ള ഒരു വെള്ളച്ചാല സെറ്റപ്പും പിന്നെ കുട്ടികൾക്ക് വേണ്ട ചെറിയൊരു തരത്തിലുള്ള പാർക്കും അങ്ങനത്തെ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഇത്. അങ്ങനെ അവിടുന്ന് ആ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് കൊടുവള്ളി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. പിന്നെ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കൊണ്ടുവന്ന ചെടികളൊക്കെ നടലായിരുന്നു. അങ്ങനെ എന്തായാലും പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ.